വെൽക്കം ബാക്ക് ടു DIY എവറിത്തിങ് ഹോം മെയ്ഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ പിൻ ആണ്. കുഞ്ഞു കുട്ടികളുടെ തലയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള ഹെയർ പിൻ. ആക്ച്വലി 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടിയപ്പോൾ ഞാനത് 2 പാർട്ടായിട്ട് കാണിക്കാൻ ഓർത്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് വേഗം പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റം. ഞാനൊരു സിൽവർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് റെഡിന് മാച്ചായിട്ട്. പിന്നെ ഇവിടെ ഒരു ടിക് ടാക് സ്ലൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു ബോൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫോം ഷീറ്റ് വെച്ചിട്ട്. കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ അതിപ്പോൾ വരും, പോയി കാണാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻ്റ് ആയിരുന്നു, അലിഗേറ്റർ ക്ലിപ്സ് എവിടെ കിട്ടുമെന്ന്. ഇതാണ് സാധനം, അലിഗേറ്റർ ക്ലിപ്സ്. ഇങ്ങനെ അലിഗേറ്റർ ക്ലിപ്സ് എന്നൊക്കെ കടയിൽ പോയി ചോദിച്ചാൽ അയാൾ ഇങ്ങനെ അന്തം വിട്ടെടുത്ത് നിൽക്കും. അപ്പോൾ നോർമൽ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. പിന്നെ ഞാനൊരു റെഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. റെഡ് നെറ്റ് എടുത്തതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ നിവർന്നിരിക്കുന്ന ഒരു സൂചി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വളഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു എൻ്റെ കയ്യിരിപ്പോണ്ടാണ് അത് സംഭവിച്ചത് ഗൈസ്. അപ്പോൾ അത്, പിന്നെ ഒരു ഗ്ലൂ ഗൺ വേണം, പിന്നെ കത്രിക. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. പിന്നെ നെറ്റ് വേണം, നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നെറ്റാണ്. അപ്പോൾ നെറ്റിൽ കുറച്ച് സ്റ്റോൺ വർക്ക്സോ അല്ലെങ്കിൽ നല്ല ഗ്ലിറ്റർ വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പ്ലെയിൻ ആണ്. ഒരു ചെറിയ പീസാണ് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു കട്ട് പീസ് ഉണ്ട്, കുറച്ച് സ്റ്റോൺ വർക്ക് ചെയ്ത. ഞാൻ ആ പീസാണ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ 2 പീസാണ് എടുത്തേക്കുന്നത്. 2 ഈക്വലായിട്ട് ഈക്വൽ ലെങ്ത്തും വിഡ്ത്തുള്ള 2 പീസ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 30 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 7-8 സെൻറ്റിമീറ്ററുമാണ് എടുക്കേണ്ടത്. അത് കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വലുതാണോ വേണ്ടത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും. ഞാൻ പറയും ചെറുതായിരിക്കും ഏറ്റവും നല്ലത്, ഈ ഒരു ലെങ്ത്തൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് നമുക്ക് മടക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി ആ ഒരു ലെങ്ത്താണ് നമ്മുടെ ഒരു ബോൻ്റെ ഇതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നൂലും ത്രെഡും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കറക്റ്റ് അളവോ അങ്ങനെയൊന്നും നോക്കണ്ട. കുറച്ച് സ്പേസ് ഇട്ട്, കുറച്ച് സ്പേസ് ഒന്നും ഇടണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വീഡിയോൻ്റെ അകത്ത്. അതേപോലെ അറ്റം വരെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ശ്രദ്ധിക്കുക. അത് ചെയ്ത് നമുക്ക് അറ്റം വരെ ചെയ്യാം. അപ്പോൾ ഞാനൊരു അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സെയിം സ്റ്റെപ്പ് രണ്ടാമത്തെ പീസിലും ഇതുപോലെ ചെയ്യണം. പക്ഷേ ഇത് കട്ടൊന്നും ചെയ്യരുത്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിതിനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇനി സിമ്പിൾ സ്റ്റെപ്പാണ്, ഫുള്ള് കഴിഞ്ഞു. ഇനി ഒരു ഭയങ്കര എളുപ്പത്തിലുള്ള സ്റ്റെപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതിനെ ഒന്ന് വലിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അറ്റം കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത്തിരി വൃത്തികേടുണ്ടാവും ഇതുപോലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് അതൊരു റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. തിരിച്ച് നോക്കിയാലും ഒരുവിധം നല്ല വൃത്തിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതിനൊരു കടിഞ്ഞിട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നൂലിൻ്റെ അറ്റത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അകത്തോടെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കടിഞ്ഞിട്ടിട്ടാണ്, അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സസൈസ്
ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു റൗണ്ട് ഷേപ്പിൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, റൗണ്ട് ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നടുക്ക് ഇത്തിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭംഗിയുള്ള എന്തെങ്കിലും സ്റ്റോണോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. അതിന് വേണ്ടിയാണ് ഞാൻ ആ ഫോം ഷീറ്റ് എടുത്ത് വെച്ചിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ 2 സ്റ്റാർ കട്ട് ചെയ്തെടുക്കാൻ പോകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സ്റ്റാർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ കയ്യിൽ ഒരു സ്റ്റാർ പഞ്ച് ചെയ്യുന്ന ചെറിയ സ്റ്റാർ പഞ്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റാർ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. പറ കുഞ്ഞ് സ്റ്റാർ. അപ്പം ഞാൻ ആ സ്റ്റാർ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് നടുക്ക്. അവരാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒരു ടിക് ടാക് സ്ലൈഡോ അല്ലെങ്കിൽ എലിഗേറ്റർ ക്ലിപ്പോ ഒക്കെ പിടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാണ്. അപ്പോൾ ദാ നമ്മുടെ ഹെയർ പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗി ഉണ്ടാവും കുഞ്ഞു ആളുകളുടെയും കുഞ്ഞു കുട്ടികളുടെ ഒക്കെ തലയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര എളുപ്പമാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, തീർച്ചയായും കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.